സച്ചേട്ടാ, നീ എന്തെങ്കിലും പേടിച്ചു നോക്കുന്നേ? ഇന്നലെ ഉറങ്ങിയില്ലേ? മുഖമൊക്കെ വല്ലാതിരിക്കുന്നല്ലോ. സച്ചേട്ടനിപ്പോ ആരോടാ സംസാരിച്ച്? അത് പിന്നെ ഞാൻ കമ്പനിയിലെ ഒരു ക്ലയന്റുമായിട്ട് സംസാരിക്കായിരുന്നു. ആണോ? ആ. പക്ഷെ സംസാരം കേട്ടിട്ട് അങ്ങനെ അല്ലല്ലോ തോന്നിയത്. സച്ചേട്ടൻ ആ മധുവിനോടല്ലേ സംസാരിച്ചേ? അനുപെണ്ണെ കൊണ്ട് കൊടുക്കാന്നല്ലേ സച്ചേട്ടൻ അവസാനം പറഞ്ഞത്? എടോ, താൻ എന്തൊക്കെയാ പറയുന്നേ? നെക്സ്റ്റ് മീറ്റിങ്ങിന് കഴിഞ്ഞ ഡീൽ എക്സ്പയർ അവർക്ക് വേണോന്ന് പറഞ്ഞു. അത് കൊടുക്കാന്നാ ഞാൻ പറഞ്ഞത്. അല്ല, ഞാനത് വിശ്വസിക്കില്ല. സച്ചേട്ടൻ സംസാരിച്ചത് മധുവിനോട് തന്നെയാ. എടോ, താനെന്തിനാ എന്നെ ഇങ്ങനെ സംശയിക്കുന്നേ? എന്നെ തനിക്ക് വിശ്വാസമില്ലേ? വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറല്ല. താനിങ്ങനെ ടെൻഷൻ അടിക്കണ്ട. ഞാൻ സംസാരിച്ചത് ഒരു ക്ലയന്റിനോട് തന്നെയാ. സംശയം ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചു തരാം. താൻ അവരോട് സംസാരിച്ചു നോക്ക്. വേണ്ട, ആരോട് സംസാരിക്കണ്ട. പേടിയാണ് സച്ചേട്ടാ. അനുപെണ്ണെ കിട്ടാഞ്ഞിട്ട് ആ ഗുണ്ടകൾ അച്ഛനോട് ചെയ്ത കണ്ടില്ലേ? താൻ ധൈര്യമായിട്ടിരിക്കെ. അനുപേട്ടനെ നമ്മൾ രക്ഷിച്ചിരിക്കും. സച്ചേട്ടാ, അത് ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. സ്വപ്നോ? എന്ത് സ്വപ്നം? സച്ചേട്ടൻ എന്നെ ചതിച്ചെന്ന്. അച്ഛങ്കിൽ മധു സച്ചേട്ടനും കൂടി പോലീസ് സ്റ്റേഷനില്. എടോ, ഇതാണോ കാര്യം? തന്റെ മനസ്സില് വല്ലാത്ത പേടിയുണ്ട്. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സ്വപ്നം കാണുന്നേ. സാരമില്ല, കുറച്ചു നേരം പോയിരുന്ന് പ്രാർത്ഥിക്ക്. അപ്പോൾ ഒരു സമാധാനം കിട്ടും. തന്നോട് പറഞ്ഞ വാക്ക് ഞാൻ തെറ്റിക്കില്ല. എന്തെങ്കിലും മിഴിച്ചിരിക്കുന്നേ? ഇന്ന് ചെക്കപ്പിന് പോകേണ്ട ദിവസമല്ലേ? അത് മറന്നോ? അപ്പോ പോലീസ് സ്റ്റേഷനിൽ പോണ്ടേ? പോണം. ഡോക്ടറെ കണ്ടിട്ട് നമ്മൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകും. ആദ്യം താൻ ചെന്ന് റെഡിയായിട്ട് വാ. ചെല്ലടോ. അച്ഛാ, ദാ ചായ. സന്ദീപ് വിളിച്ചിരുന്നു? ഞാൻ അങ്ങോട്ട് വിളിച്ചിരുന്നു. നന്ദേട്ടൻ ഇതുവരെ ഉറങ്ങിയിട്ടില്ല. വേദന സഹിക്കാൻ പറ്റാതായപ്പോൾ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ടാണ് മയങ്ങിയത്. എനിക്ക് രാവിലെ തന്നെ ഒന്ന് നന്ദേട്ടൻ്റെ അടുത്തേക്ക് പോകണം. നിന്റെ കാര്യത്തിലാണ് അച്ഛനിപ്പോൾ ഏറ്റവും സങ്കടപ്പെടുന്നത്. നന്ദേട്ടൻ ഇങ്ങനെ കിടക്കുന്നതിനെക്കുറിച്ച് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. എത്രയും പെട്ടെന്ന് എനിക്ക് നന്ദേട്ടനെ എഴുന്നേൽപ്പിച്ച് നടത്തണം. അതിന് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യണം. അത് മാത്രമേ ഇപ്പം എൻ്റെ മനസ്സിലുള്ളൂ. എന്നാലും അവനോടിത് ആരാ ചെയ്തതെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്തവനാ. മോളെ, ആരെ അത് ചെയ്തതെന്ന് എന്തെങ്കിലും ഒരു വിവരം കിട്ടിയോ? പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതാരായാലും അവനെ ഞാൻ വെറുതെ വിടില്ല. എൻ്റെ നന്ദേട്ടനോട് ഇത് ചെയ്തതിനുള്ള തിരിച്ചടി ഞാൻ അവർക്ക് കൊടുത്തിരിക്കും. മോള് വിഷമിക്കണ്ട. അവനോട് ഈ ചതി ചെയ്തവർ ആരായാലും ദൈവം അവരെ വെറുതെ വിടില്ല. എൻ്റെ മനസ്സ് അത്രയ്ക്ക് സങ്കടപ്പെട്ടിട്ടുണ്ട്. നന്ദേട്ടൻ എന്നെ തീരെ ഇഷ്ടമല്ലായിരുന്നു.
പക്ഷേ എനിക്കെൻ്റെ നന്ദേട്ടൻ എല്ലാം ഒന്ന് ശരിയായി വരുമെന്ന് വിചാരിച്ചിരുന്നതാ. അപ്പോഴാ ദൈവം എന്നെ ഇങ്ങനെ ചതിച്ചത്. അച്ഛാ, നമ്മുടെ കുടുംബത്തിൽ മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? ഇവിടുത്തെ കാര്യം മാത്രമല്ല, വൃന്ദാവനത്തിലെ കാര്യം കൂടെ ഞാൻ പറഞ്ഞത്. സ്നേഹയാണെങ്കിൽ ആകെ തകർന്ന മട്ട. അവളെ ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും ആവുന്നില്ല. അവളും ധനുഷും എത്ര ആഗ്രഹിച്ച കുഞ്ഞ നിന്ന നിൽപ്പിൽ ഇല്ലാതായി പോയത്. എന്തോ ഒരു കാലദോഷം ഈ വീടിനെ ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്നുണ്ട് മോളെ. ആ, അതന്നെയാ സ്നേഹ എനിക്കൊക്കെ പറയുന്നത്. അച്ഛന് വിഷമാവെന്ന് കരുതിയാ അവരിതൊന്നും അച്ഛനോടൊന്നും പറയാതിരിക്കുന്നത്. എല്ലാവരും എൻ്റെ അടുത്താ പരാതി പറയുന്നത്. അവരെന്താ പറയുന്നത്? അച്ഛനോട് ഇത് പറയേണ്ട ഭാരം അവരെൻ്റെ തലയിൽ എടുത്തു വെച്ചു. ഞാനിത് അച്ഛനോട് പറഞ്ഞാ അച്ഛനത് എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. നീ പറയുന്നതെല്ലാം ഈ വീടിന് നന്മയ്ക്ക് വേണ്ടിയാണെന്ന് എനിക്കറിയാം. നന്ദന് വേണ്ടി നീ ചെയ്യുന്ന ത്യാഗം അച്ഛൻ മറക്കില്ല. നന്ദേട്ടന് വേണ്ടി ഞാൻ ചെയ്യുന്നത് എൻ്റെ കടമയാ. അതിലൊരു ത്യാഗവും ഇല്ല. ഞാനങ്ങനെ കരുതുന്നുമില്ല. പക്ഷേ സ്നേഹയ്ക്ക് സംഭവിച്ചത് ഇനി ഈ വീട്ടിൽ ആവർത്തിക്കാൻ പാടില്ല. നന്ദേട്ടന് പറ്റിയതുപോലെ ഇനി ഈ കുടുംബത്തിൽ ആർക്കും ഒരു അപകടവും സംഭവിക്കാൻ പാടില്ല. മരണത്തിന്റെ വക്കീന്ന നന്ദേട്ടൻ തിരിച്ചു വന്നത്. ഇതിനൊക്കെ കാരണം ഒന്ന് തന്നെയാന്ന് എല്ലാവരും പറയുന്നത്. അവര് പറഞ്ഞതെല്ലാം കൂടി ചേർത്ത് വെച്ച് നോക്കുമ്പോൾ എനിക്കും അത് ശരിയാണെന്ന് തോന്നി. ഇത് കേൾക്കുമ്പോൾ അച്ഛൻ ചിലപ്പോൾ എന്നെ കുറ്റപ്പെടുത്തിയെന്ന് വരും. പക്ഷേ ഈ വീടിൻ്റെ നന്മയ്ക്ക് വേണ്ടി എനിക്കിത് പറഞ്ഞേ പറ്റൂ. നമ്മുടെ വീടിന് എന്തോ ഒരു ദോഷം ബാധിച്ചിട്ടുണ്ട്, അതുറപ്പാ. എനിക്കിതിലൊന്നും അങ്ങനെ വിശ്വാസമില്ലാത്തതാ. പക്ഷേ ഇപ്പൊ പേടിയാവും. അച്ഛാ, ഇതൊക്കെ സംഭവിക്കുന്നത് എന്ത് കാരണം കൊണ്ടായാലും അത് കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് അതിനുള്ള പരിഹാരം ചെയ്യണം. നമുക്കൊരു ജോത്സ്യനെ കണ്ടാലോ അച്ഛാ? അച്ഛൻ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ? എനിക്ക് ഒരാളെ പുറത്തു പോയി കാണാനുണ്ട്. പേടിക്കണ്ട, ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്. കൂട്ടിന് അവന്തികയുണ്ട്. നേരത്തെ പറഞ്ഞെങ്കിൽ ഞാൻ കൊണ്ടുപോയിരുന്നല്ലോ. നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ളതല്ലേ, ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. അച്ഛൻ എന്നാ ഞങ്ങൾ പോയിട്ട് വരാം. ആ നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ? മാഷോടെ പോയി? എന്തായാലും എന്താ ഒരു മനസാക്ഷി ഇല്ലാതെ പോയത്? ഞാൻ അനൂപേട്ടന്റെ ഭാര്യയാ.
എന്റെ ഭർത്താവിന്റെ ശരീരത്തില് ഒരു പോറലേൽക്കുന്നത് പോലും എനിക്ക് സഹിക്കാൻ പറ്റില്ല. അച്ചു, നീ ഇതിന് കൂട്ടു നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എടുത്തേ, നിങ്ങളാകെ തെറ്റിദ്ധരിച്ചിട്ടാ സംസാരിക്കുന്നത്. അനൂപിന്റെ കാര്യത്തിൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഒരു ചെയ്യുന്നുണ്ട്. എന്നിട്ടാണോ ജാമ്യത്തിൽ ഇറങ്ങുന്ന ദിവസം അനൂപേട്ടനെ ആ ഗുണ്ടയുടെ കയ്യിൽ കൊണ്ട് കൊടുക്കാന്ന് സച്ചി അവർക്ക് വാക്ക് കൊടുത്തത്? ദേ, ഇത് കൊടും ചതിയാ. സ്വന്തം ഭാര്യയുടെയും കുഞ്ഞിന്റെയും ജീവൻ രക്ഷിക്കേണ്ടത് മറ്റൊരാളുടെ ജീവൻ ബലി കൊടുത്തിട്ടല്ല. അതും ഇവിടെ അച്ഛനെ പോലെ കൈ പിടിച്ച് കൂടെ നടത്തിയ അനൂപേട്ടനെ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. അർച്ചനയും കാര്യം മനസ്സിലാക്കാതെ ആദ്യം സച്ചിയോട് ഒരുപാട് ദേഷ്യപ്പെട്ടു. പക്ഷേ പിന്നീട് അർച്ചനയ്ക്ക് കാര്യം മനസ്സിലായി. അനൂപിനെ ഒറ്റിക്കൊടുക്കാൻ സച്ചിക്ക് കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇവൻ ഒരിക്കലും അത് ചെയ്യില്ല. ആ സമയത്ത് അർച്ചനയും കുഞ്ഞിനെയും രക്ഷിക്കാൻ വേണ്ടി അവന് തോന്നിയൊരു ബുദ്ധി, അത്രേ ഉള്ളൂ. ഇനിയും ഞാനിത് വിശ്വസിക്കണം അല്ലേ? ചേച്ചി, വിശ്വസിക്കണം. അനൂപേട്ടനെ എങ്ങനെയെങ്കിലും ഞങ്ങൾ രക്ഷിക്കും. അല്ല, ഇതാരൊക്കെയാ വന്നിരിക്കുന്നേ? ഞാനും അച്ഛനും കൂടി ഒന്ന് പുറത്തു പോകാൻ തുടങ്ങായിരുന്നു. അച്ഛന് ആരെയോ കാണണമെന്ന്. നിങ്ങൾ വിഷമിക്കണ്ട. അനൂപിന് വേണ്ടി നമ്മളൊരു വക്കീലിനെ വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവന്തിക ഒരു നല്ല വക്കീലിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അവരെ തന്നെ വെക്കാം. അച്ഛനെയും മക്കളെയും രക്ഷപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണെങ്കിലും ഇത് കുറച്ച് കൂടിപ്പോയി മോനെ. അമ്മയും മറ്റുള്ളവരുടെ നെഞ്ചി പിളർക്കുന്ന വാക്കുകളാ നീ പറഞ്ഞത്. അമ്മയും മോനത് നിസ്സാരമായിരിക്കും, പക്ഷെ ദാ, ഇവക്ക് ഞങ്ങൾക്കൊന്നും അത് സഹിക്കാൻ പറ്റത്തില്ല. അത് കേട്ട നിമിഷം മുതൽ ഞങ്ങളുടെയൊക്കെ ജീവിതം നഷ്ടപ്പെട്ടതുപോലെയാ. ആദ്യം ഞാനും സച്ചേട്ടനെ തെറ്റിദ്ധരിച്ചു. പക്ഷേ പിന്നീട് ആലോചിച്ചപ്പോൾ സച്ചേട്ടൻ പറഞ്ഞത് തെറ്റാണെങ്കിലും അതിന്റെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് ഇപ്പൊ എനിക്ക് സംശയമില്ല. എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും അനൂപേണ്ണെ ഞങ്ങൾ രക്ഷിക്കും. നിങ്ങളൊന്ന് വിശ്വസിക്കണം. എത്ര വലിയ വക്കീലിനെ വെക്കേണ്ടി വന്നാലും എത്ര പണം ചെലവാക്കേണ്ടി വന്നാലും അനൂപേട്ടനെ ഞങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു തരും. അങ്ങനെ പറഞ്ഞാൽ മാത്രം പോരല്ലോ, കാര്യം കൂടെ നടക്കണ്ടേ? അനൂപ് ഇപ്പോഴും ലോക്കപ്പിൽ കിടക്കുമല്ലേ? മീരയ്ക്ക് അതിൽ വിഷമമുണ്ടായാ നമുക്കതിൽ തെറ്റു പറയാൻ പറ്റുമോ? ഞങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. അപ്പോ ഡോക്ടറെ കാണാൻ പോകുന്നില്ലേ? അച്ഛാ, പോലീസ് സ്റ്റേഷനിൽ പോയി വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് മാത്രമേ ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോകുന്നുള്ളൂ. അവന്തികെ, ഇപ്പൊ തന്നെ നീ പറഞ്ഞ വക്കീലിനെ വിളിച്ച് ഏർപ്പാടാക്കണം. എത്രയും വേഗം ജാമ്യത്തിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്യാൻ പറയണം. ഒരു പേടിയും വേണ്ട. ഒരു പോറൽ പോലും ഏൽക്കാതെ അനൂപേട്ടനെ ഞങ്ങൾ കൊണ്ടുവരും. അർച്ചന, പോ നമുക്ക്. ഞങ്ങളൊരു അത്യാവശ്യ കാര്യത്തിന് പുറത്തേക്ക് പോവുക. ഉടനെ തന്നെ തിരിച്ചു വരും. ഞങ്ങൾ വന്നിട്ട് നിങ്ങൾ പോയാൽ മതി. അവന്തികെ, പോവാൻ മോളെ. മീരെ, സച്ചി അങ്ങനെ പറഞ്ഞു എന്ന് കരുതി ഒന്നും പേടിക്കണ്ട. അനൂപിനെ രക്ഷിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യും. അല്ലേ അച്ഛാ? എന്താ സംശയം? നിങ്ങൾ ഏതായാലും ഇരിക്കും. അനൂപിന് ഒരു കുഴപ്പം വരാതെ ഞങ്ങൾ നോക്കിക്കോളാം. വാ മോളെ. ശരി.
നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ. അനൂപിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നത് രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അയാളെ രക്ഷിക്കാൻ കഴിയുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. ആ മധുവിന് പിടിയങ്ങ് ടോപ്പ് ലെവലാണ്. എന്റെ കയ്യിൽ കാര്യങ്ങൾ നിൽക്കുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല. സാർ ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇന്നലെ സാർ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അനുപേടിനെ രക്ഷിക്കാന്നല്ലേ പറഞ്ഞത്? സർ, ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ അനുപേട്ടന് ഒരു പോറൽ പോലും സംഭവിക്കരുത്. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവും. സ്വന്തം കൂടപ്പിറപ്പിന്റെ ജീവന്റെ കാര്യത്തിൽ എല്ലാവർക്കും പേടിയുണ്ടാവും. സാധാരണ ഒരു കേസാണെങ്കിൽ ഇത് വളരെ നിസ്സാരമാണ്. ആക്സിഡന്റ് കേസായതുകൊണ്ട് വളരെ പെട്ടെന്ന് ജാമ്യം കിട്ടുകയും ചെയ്യും. പക്ഷേ ഇവിടത്തെ കാര്യം അങ്ങനെയല്ലല്ലോ. ജാമ്യം എടുത്ത അടുത്ത നിമിഷം തന്നെ മധുവിന്റെ ആളുകൾ അവനെ കൊല്ലും. പിന്നെ പോലീസ് സ്റ്റേഷനുള്ളിലെ ലോക്കപ്പ് പോലും ഇപ്പോൾ സുരക്ഷിതമല്ല. അവന്റെ ആളുകൾ എല്ലായിടത്തും ഉണ്ട്. ഈ പോലീസ് സ്റ്റേഷനിലും ഉണ്ട്. റിമാൻഡ് ചെയ്ത് ജയിലിൽ കൊണ്ടുചെന്നാൽ അവിടെയും ഉണ്ട് അവന്റെ ആൾക്കാർ. ജയിലിനകത്തിട്ട് അനൂപിനെ തീർക്കാനും അവന് കഴിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്റെ കയ്യിൽ കാര്യങ്ങൾ നിൽക്കില്ല എന്ന്. സർ, ആ മധുവിനെ കുറിച്ച് ഞങ്ങൾക്കിപ്പോ ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാം. ഇന്നലെ തിരിച്ചു പോകുന്ന വഴി അയാളെ ഞങ്ങൾ കണ്ടിരുന്നു. ഞങ്ങൾ അയാളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അനുപേട്ടനെ ജാമ്യത്തിലിറക്കി ഞാൻ അയാളുടെ മുമ്പിൽ കൊണ്ട് കൊടുക്കണമെന്നാ അയാളുടെ ഇപ്പോഴത്തെ ആവശ്യം. ഒരേ സമയം കറുപ്പും വെളുപ്പും ഇടുന്ന ചെകുത്താനാണ് ചെങ്കൽ മധു. കറുപ്പണിഞ്ഞാ പിന്നെ അവനെപ്പോലെ അപകടകാരി മറ്റൊന്നില്ല. അവൻ എന്ത് ചെയ്യുമെന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. ചിലപ്പോ നിങ്ങളുടെ വീട്ടിനകത്ത് കയറി വന്ന് അവൻ പ്രശ്നമുണ്ടാക്കിയെന്ന് വരും. എന്റെ വീട്ടിൽ അവന്റെ ആളുകൾ വന്ന ഒരു പ്രശ്നം ഉണ്ടാക്കി എന്റെ അച്ഛനെ ഉപദ്രവിക്കുകയും ചെയ്തു. അവനെതിരെ കേസ് എടുക്കണം സർ. നല്ല കഥയായി. എന്നിട്ട് വേണം അവൻ എന്റെ കുടുംബത്തിലോട്ട് കയറി വരാൻ. എനിക്കും ഒരു കുടുംബവും ഭാര്യയും പിള്ളേരും അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. വെറുതെ എന്തിനാ അവരുടെ സമാധാനം കളയുന്നത്? നേരത്തെ ഇതുപോലൊരു കേസിലെ അവനെ വീട്ടിൽ നിന്ന് സെൻട്രൽ സ്റ്റേഷനിലെ CI സുനിൽ ദാസ് അറസ്റ്റ് ചെയ്തു. പിന്നീട് എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? ഏതോ ഒരു കൊടികെട്ടിയ വക്കീൽ വന്ന് അവനെ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ടുപോയി. ഇപ്പോ ഈ മരിച്ചുപോയ അവന്റെ സഹോദരി ഉണ്ടല്ലോ, ലക്ഷ്മി, അവളുടെ വിവാഹത്തിന്റെ തലേ ദിവസം അവിടെ റിസപ്ഷൻ നടക്കുന്നതിനിടയില് സുനിൽദാസ് സാർ അവനെ അറസ്റ്റ് ചെയ്തത്. ഒരു കൊലക്കേസിൽ അവനെ അറസ്റ്റ് ചെയ്യാൻ വാറണ്ട് ഉണ്ടായിരുന്നു. പക്ഷേ അവന്റെ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി അവൻ CI സുനിൽദാസ് സാറിനെ വീട്ടിൽ കയറി വെട്ടി. വെറുതെ വെട്ടിയതല്ല, വിലങ്ങ് വെച്ച CI സാറിന്റെ വലത് കൈ അവനങ്ങ് വെട്ടിയെടുത്തു. എന്നിട്ട് ആ വെട്ടിമാറ്റിയ കൈ കൊണ്ടുപോയി പുഴയിലെറിഞ്ഞു കളഞ്ഞു. ഇപ്പോഴും മറ്റുപോയ വലങ്കയുമായി ജീവിക്കുന്ന സുനിൽദാസ് സാറിനെ ഞാൻ ഇടയ്ക്ക് പോയി കാണാറുണ്ട്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഒരു വികലാംഗനായി ജീവിക്കാൻ എനിക്ക് പറ്റില്ല. നിയമത്തിന്റെ അധികാരം കയ്യിലുള്ള സാറിന് അവനെ പേടിയാണെങ്കിൽ പിന്നെ ഞങ്ങൾ സാധാരണക്കാർ എന്ത് ചെയ്യും സർ? അതാണ് ഞാൻ പറഞ്ഞത്, എന്റെ കയ്യിൽ കാര്യങ്ങളൊന്നും നിൽക്കില്ല എന്ന്. ഇന്നലെ ഒറ്റ രാത്രി കൊണ്ടെനിക്കത് മനസ്സിലായി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവനെ രക്ഷിക്കാൻ നിങ്ങൾ എന്തെങ്കിലും വഴി നോക്കിയേ പറ്റൂ. അന്ന് അവന്റെ പെങ്ങളുടെ കല്യാണം നടക്കുമ്പോൾ അവനെ അറസ്റ്റ് ചെയ്തു. കല്യാണം മുടക്കാൻ ശ്രമിച്ച സുനിൽ സാറിന്റെ കൈ അവൻ വെട്ടിക്കളഞ്ഞു. അപ്പൊ പിന്നെ ഗർഭിണിയായ അവന്റെ സഹോദരിയെ വണ്ടിയിടിച്ചു കൊന്ന അനൂപിനെ അവൻ എന്തു ചെയ്യും? ഇപ്പോ നിങ്ങൾ പേടിച്ചോ? ഇന്നലെ രാത്രി മുതൽ ഇതേ പേടിയിലാണ് ഞാനും. അവന്റെ ആളുകൾ ഈ ലോക്കപ്പിനകത്ത് കയറി അവനെ തീർത്തിട്ട് പോയാൽ ലോക്കപ്പ് കൊലപാതകത്തിന്റെ പേരിൽ എന്റെ പണി പോകും. ഞാൻ ജയിലിലുമാകും. അനൂപിനെ രക്ഷിക്കാൻ വേണ്ടിയാ ഞാൻ അവനെ അറസ്റ്റ് ചെയ്തതെന്ന് മധു മനസ്സിലാക്കിയിട്ടുണ്ട്.
ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യണമെന്നോ സാറ് പറയുന്നത്? അതൊന്നും എനിക്കറിയില്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് ശരിക്കും അങ്ങോട്ട് ക്ലിയർ ആകണമെങ്കിൽ ആദ്യം നിങ്ങൾ ചെന്ന് അനൂപിനെ ഒന്ന് കാണ്. ഞാൻ പറഞ്ഞതിന്റെ ബാക്കി അനൂപ് നിങ്ങളോട് പറഞ്ഞു തരും. ചെല്ലേ, അനൂപ് അപ്പുറത്തെ മുറിയിലുണ്ട്. ചെന്നിട്ട് വാ. എടോ, ഇവർക്ക് അനൂപിനെ ഒന്ന് കാണിച്ചു കൊടുക്ക. ശരി സാർ, വരൂ.